കെ രമേശ് രചിച്ച നാവിക കലാപം തമസ്കൃത ചരിത്രത്തിന് ഒരു പുനർവായന എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ KN ഡോക്ടർ കെ ഗോപകുമാറിന് നൽകി പ്രകാശനം നിർവഹിച്ചു. നാവിക കലാപത്തിന്റെ ചരിത്ര രാഷ്ട്രീയ പ്രാധാന്യം വ്യക്തമാക്കുന്ന കൃതിയാണ് നാവിക കലാപം തമസ്കൃത ചരിത്രത്തിന് ഒരു പുനർവായന. വിരമിച്ച സൈനികരുടെ കൂട്ടായ്മയായ ഡെമോക്രാറ്റിക് അലയൻസ് ഓഫ് റിട്ടയർഡ് സോൾജേഴ്സ് ഓഫ് ഇന്ത്യ ജില്ലാ കമ്മിറ്റി നാവിക കലാപത്തിന്റെ 80ാം വാർഷികത്തിൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് പുസ്തക പ്രകാശനം നടത്തിയത്. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി KN നിന്ന് DARSI സംസ്ഥാന കൺവീനർ ഡോക്ടർ കെ ഗോപകുമാർ പുസ്തകം ഏറ്റുവാങ്ങി. സഖാവ് EMSന്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നാവിക കലാപത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള ആ ഭാഗം മാത്രമാണ് വളരെ മുമ്പ് വായിച്ചത്. ആ പുസ്തകത്തിൽ തന്നെ EMS ഒരു കാര്യം പറയുന്നുണ്ട്. നാവിക കലാപം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ അടിമുടി ഇളക്കി മറിച്ച ഏറ്റവും മഹത്തായ ഒരു സമരമാണ്. എന്നാൽ ആ സമരത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ, വസ്തുതകൾ വേണ്ടത്ര ലഭ്യമാകുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. നാവിക കലാപത്തെക്കുറിച്ച് മാത്രമല്ല, മറ്റു പല സമരങ്ങളും അതേക്കുറിച്ചുള്ള വിവരങ്ങൾ വേണ്ടത്ര ലഭ്യമായിട്ടില്ല. എന്നാൽ നാവിക കലാപത്തെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് 1857 സൂക്ഷ്മമായ അർത്ഥത്തിൽ അത് സ്വാതന്ത്ര്യ സമരമാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ സംവാദം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. എങ്കിലും അവികസിതമായ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് ഏതർത്ഥത്തിലും വിളിക്കാവുന്ന 1857 നമുക്കൊരുപാട് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ 1944 ഈ മഹാസമരത്തെക്കുറിച്ച് വേണ്ടത്ര വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ചൊരു പ്രഭാഷണം എങ്ങനെ നടത്തും എന്ന ഒരു വലിയ പ്രതിസന്ധി ഞാനിവിടെ AK രമേശിനോടും പറഞ്ഞു. അധ്യക്ഷൻ വളരെ അടുത്ത ഒരാളാണെന്നാണ് ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത്. M ഗിരീഷിനോട് ഞാൻ പറഞ്ഞു, ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന ഈ പുസ്തകം ഏറ്റുവാങ്ങിയ ഡോക്ടർ കെ ഗോപകുമാർ, കൺവീനർ ദർശി സംസ്ഥാന ഓർഗനൈസിംഗ് കമ്മിറ്റി, അദ്ദേഹം ഇന്നത്തെ ദേശാഭിമാനിയിൽ ഇത് സംബന്ധമായി എഴുതിയ കുറിപ്പ് ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അത് വളരെ സംക്ഷിപ്തമാണെങ്കിലും ഇതിലേക്കുള്ള ഒരു പ്രവേശനമാണ്, നന്നായി എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വിഷയത്തെക്കുറിച്ച് വളരെ ദീർഘമായി തന്നെ കാര്യമാത്ര പ്രസക്തമായി സംസാരിക്കാൻ ഡോക്ടർ ഗോപകുമാർ ഇവിടെ ഇരിക്കെ അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് ആദ്യം സംസാരിക്കുകയും പിന്നീട് AK രമേശ് സത്യത്തിൽ വലിയ അത്ഭുതത്തോടും അതിശയത്തോടും കൂടിയാണ് ഞാൻ പലപ്പോഴും സഖാവ് AK രമേശിനെ നോക്കിക്കണ്ടിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ വളരെ അടുത്ത ബന്ധം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. പിന്നീട് അത് കുറച്ച് കുറയുകയുണ്ടായി ആദർശപരമായ കാരണങ്ങളാൽ. പിന്നെ അത് വീണ്ടും ആദ്യത്തെ അത്ര തീവ്രമല്ലെങ്കിലും കുറേ കൂടി ശക്തിപ്പെടുകയുണ്ടായി. ഇനി കൂടുതൽ ആദ്യത്തേക്കാളും ശക്തിപ്പെടുന്ന ഒന്നായിട്ട് അത് മാറും. അതിൻ്റെ കാരണങ്ങളൊന്നും വളരെ വിശദമായി വിശദീകരിക്കേണ്ടതില്ല. മൗലികമായി ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ഒരു നിലപാടിൽ നിലനിൽക്കുമ്പോഴും വിശദാംശങ്ങളിൽ സാംസ്കാരിക പ്രവർത്തകർ, എഴുത്തുകാർ എന്ന നിലയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു അപരാധമല്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം വലതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് അവരുടെ അധികാരം നേടിയെടുക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ളതാണ്. എന്നാൽ ഇടതുപക്ഷത്തിൽ രൂപപ്പെട്ടു വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ ഞാൻ കാണുന്നത് അധിനിവേശം അവസാനിപ്പിക്കേണ്ട വഴികളെക്കുറിച്ചുള്ള വ്യത്യസ്തമായ കാര്യങ്ങളാണ്. അധിനിവേശം അവസാനിപ്പിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ തർക്കമുണ്ടാവില്ല. പക്ഷെ അതിന് ഏതൊക്കെ രീതിയിലുള്ള വിശകലനങ്ങളാണ് വികസിപ്പിക്കേണ്ടത്, അതിൽ മൗലികമായി യോജിക്കുമ്പോഴും ചില കാര്യങ്ങളിൽ വിയോജിപ്പുകൾ ഉണ്ടാവാം. ആ വിയോജിപ്പിൽ വ്യക്തികളോ ചിലപ്പോൾ സംഘടനകൾ പോലുമോ അല്ല, ചരിത്രമായിരിക്കും അന്തിമം എന്ന വാക്ക് പ്രസക്തമാകുമെങ്കിൽ വിധി കൽപ്പിക്കാൻ പോകുന്നത്.
അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, വളരെ പ്രതികൂലമായ ഒരു പശ്ചാത്തലത്തിലും ഇത്തരമൊരു പുസ്തകം എഴുതാൻ രമേശിൻ്റെ അസാമാന്യമായ ആ ഊർജം. രമേശ് പൊതുവെ തന്നെ ഒരു തുള്ളനാണ്. ഞാൻ തുള്ളൻ, ചികിടൻ, പല വാക്കുകളിലാണ് രമേശിനെ പണ്ട് മുതലേ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അടങ്ങിയിരിക്കാൻ പറ്റില്ല. ആന്തരികമായ പൊറുതികേടുകൾ കൊണ്ട് പിച്ചിക്കീറപ്പെട്ട പ്രക്ഷോഭജനകമായ ഒരു ജീവിതത്തിൻ്റെ മലയാള പരിച്ഛേദം എന്ന അർത്ഥത്തിലാണ് കോമ്രേഡ് എ കെ രമേശിനെ ഞാൻ കാണുന്നത്. അദ്ദേഹം ഇത്രയേറെ പ്രതിസന്ധികൾക്കിടയിലോ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, അതിൻ്റെ ഒക്കെ ഇടയിൽ ഞാൻ വിചാരിച്ചത് അദ്ദേഹം ഇടയ്ക്ക് ചില ചെറിയ കുറിപ്പുകൾ എഴുതുന്നുണ്ട്, അതിൽ നിൽക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അദ്ദേഹം വളരെ ഗൗരവമായൊരു ദൗത്യമാണ് ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. അത് തമസ്കരിക്കപ്പെട്ടൊരു ചരിത്രം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, സഖാവ് EMS വരെ ഒരു 3-4 പേജിൽ ഒതുക്കി നിർത്തിയ ഒരു ചരിത്രം. ആ ചരിത്രത്തെ സംബന്ധിക്കുന്ന വിശദമായ കാര്യങ്ങൾ, ഗംഭീരമായൊരു പുസ്തകം അദ്ദേഹം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വലിയൊരു അട്ടിമറി നടന്നുകൊണ്ടിരിക്കുകയാണ്. മലയാളി സമൂഹത്തിലും ആ അട്ടിമറിയുടെ അനുരണനങ്ങൾ കാതോർത്താൽ കേൾക്കാൻ കഴിയും. ആ അട്ടിമറി എന്ന് പറയുന്നത്, ഇപ്പം നമുക്കറിയാം, നമ്മൾ കാഴ്ചകളുടെ കൊഴുത്ത കാഴ്ചകളുടെ ലോകത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ജനായത്ത കാഴ്ചപ്പാടുകൾ വളരെ മെലിഞ്ഞ് ഒരുപക്ഷെ വളരെ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം ചിലരുടെ കാര്യത്തിൽ കാണാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. ചിലരുടെ കാര്യത്തിലാകട്ടെ തീരെ കാണാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കുഞ്ഞ് പിറക്കുമ്പോൾ എന്നുള്ള അർത്ഥത്തിലല്ല, മനുഷ്യ സമൂഹം രൂപപ്പെടുമ്പോൾ തന്നെ അൽത്തൂസർ പറയുന്നുണ്ട്, മാൻ ഈസ് എൻ ഐഡിയോളജിക്കൽ ആനിമൽ. ഒരു പ്രത്യയശാസ്ത്ര ജന്തുവാണ് മനുഷ്യൻ. സാമൂഹ്യ ജന്തുവാകുന്നതിന് മുമ്പ്, രാഷ്ട്രീയ ജന്തുവാകുന്നതിന് മുമ്പ് മനുഷ്യൻ ഒരു പ്രത്യയശാസ്ത്ര ജന്തുവാണ്. പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ചിലരൊക്കെ കേൾക്കുമ്പോൾ തന്നെ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രം ഉണ്ടാകാവുന്ന എന്തോ ഒന്നാണ്. അങ്ങനെയല്ല. മനുഷ്യർ കർത്തൃപദവിയിലേക്ക് തങ്ങളെ തന്നെ രൂപപ്പെടുത്തുകയും രൂപപ്പെടുത്തിയ ശേഷം രൂപപ്പെടുത്തപ്പെട്ട ഒന്നാണ് ഇതെന്ന് വിസ്മരിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയുടെ ചുരുക്കപ്പേര് എന്ന അർത്ഥത്തിലാണ് പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നത്. അതായത് അല്പം ആലോചിച്ചാൽ അറിയാം, നമ്മൾ പ്രകൃതിയുടെ വരുതിയിലാണ്. ആ അർത്ഥത്തിൽ നമ്മൾ കർമ്മമാണ്, ഒബ്ജക്റ്റാണ്. പക്ഷേ ഒബ്ജക്റ്റ് ആയിരുന്നുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്കൊരു സബ്ജക്റ്റ് പൊസിഷൻ ആവശ്യമുണ്ട്, ഒരു കർത്തൃ പദവി. അതുകൊണ്ട് ഓബ്ജക്റ്റ് ആയിരിക്കെ തന്നെ പ്രകൃതിയുടെ, പ്രപഞ്ചത്തിൻ്റെ അതിവിപുലവും വിസ്തൃതവും വൈവിധ്യപൂർണവുമായ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഓരോ മനുഷ്യനും, വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ പറയുന്നുണ്ട്, ഈ മഹാപ്രപഞ്ചങ്ങളായ പ്രപഞ്ചത്തിൽ ഞാൻ എത്ര ഒരു ചെറിയ ജീവിയാണ്. CITU ജില്ലാ സെക്രട്ടറി M ഗിരീഷ് അധ്യക്ഷനായി. P പ്രേമരാജൻ, സുരാജ് പാലയാട്ട് എന്നിവർ സംസാരിച്ചു. AK രമേശ് മറുപടി പ്രസംഗം നടത്തി. ACV ന്യൂസ്, കോഴിക്കോട്.